CMN ട്രസ്റ്റിന്റെ ലോഞ്ചിങ് നാളെ നടക്കും. ചെർപ്പുളശ്ശേരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റിന്റെ ലോഞ്ചിങ്ങും ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന 50 വീടുകളിൽ ആദ്യം നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളിലെ കരാർ കൈമാറുന്ന ചടങ്ങും നാളെ നടക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പമ്പ വാസവൻ നായർ പറഞ്ഞു. സമൂഹത്തിലെ നിർധനരായവരും രോഗാവസ്ഥയിലുള്ളവർക്കും മറ്റു സഹായങ്ങളും ട്രസ്റ്റ് നൽകി വരുന്നുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. നാളെ 10:30 നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ MP രാജേഷ്, AK ശശീന്ദ്രൻ, MP VK ശ്രീകണ്ഠൻ, രാജ്യസഭാംഗം PP സുനീർ, PK കൃഷ്ണദാസ്, സംവിധായകൻ ലാൽ ജോസ്, PT നരേന്ദ്രമേനോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അഭിമുഖീകരിക്കാനുള്ള ശക്തി കൂടും. അപ്പോൾ അത്രയും നല്ല ബാക്ക് ബോണായി നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ശ്രീമതി കലയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. കാരണം എൻ്റെ 2 മക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് മെഡിസിനിൽ അമൃതയിൽ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് PGക്ക് പോകേണ്ട സമയത്തും മോള് പറഞ്ഞ 1 വർഷത്തെ ബ്രേക്ക് എടുത്തിട്ട് ഇനി പൈസ കൊടുത്തിട്ടൊന്നും അഡ്മിഷൻ വേണ്ട, 1 വർഷത്തെ ബ്രേക്ക് എടുത്ത് പ്രിപ്പയർ ചെയ്ത് അഡ്മിഷൻ മേടിച്ച കുട്ടിയാണ്. എൻ്റെ മോനാണെച്ചാൽ UK നിന്ന് എൻജിനീയറിംഗ് ഡിസ്റ്റിങ്ഷനോടുകൂടി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിങ്ങിൽ നിന്ന് പാസ്സായ കുട്ടിയാണ്. അപ്പോൾ അവരൊക്കെയാണ് ഇനി അടുത്ത തലമുറയ്ക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് അവർ ഈ പ്രസ് മീറ്റിങ്ങിന് വിളിച്ചത്. പിന്നെ എൻ്റെ സഹോദരൻ മുരളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ബ്രദേഴ്സാണ്. എല്ലാ കാര്യത്തിലും ഇൻ ആൻഡ് ഔട്ട് എന്നെ അറിയുന്നൊരു വ്യക്തിയാണ്. എന്നും ഇത് പറഞ്ഞ പോലെ ഏത് കാര്യത്തിനും എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഈ ജീവിതത്തിൽ ഇതുവരെ എത്താനുള്ള ഒരു കാരണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ ട്രസ്റ്റിനെ പറ്റിയിട്ടും എൻ്റെ അച്ഛനമ്മമാരെ പറ്റിയിട്ടും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാവക്കോണത്ത് മുണ്ടനാട്ടുകര എന്ന് പറഞ്ഞ ദേശത്താണ് എൻ്റെ ബാല്യകാലം ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. ശേഷം 1986 ഞാൻ മുന്നർക്കോട്ടുള്ള എൻ്റെ അച്ഛൻ്റെ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണെച്ചാലും അച്ഛനാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പൊതുവേ അവർ വളരെ പാവങ്ങളോട് വളരെ ആർദ്രതയോടുകൂടി അനുകമ്പയോടുകൂടി പെരുമാറുന്നതാണ് ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ഈ ചെറുപ്പം മുതൽ കാണുന്ന കാര്യങ്ങളാണല്ലോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ ഞാനും എന്നാലാവും വിധം നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്നും ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ട്രസ്റ്റ് ഇതൊരു 10-12 വർഷത്തിൽ പരമായിട്ട് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രസ്റ്റ് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഒരു 6-7 മാസം മുമ്പായിരിക്കും. എന്തുകൊണ്ട് ട്രസ്റ്റ് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇപ്പോൾ നമുക്ക് ഒരു കമ്പനിയിൽ നമ്മളാണ് എല്ലാം വിചാരിക്കുക, നമുക്ക് ബോസൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബൈൻഡിങ് ഇല്ലാതാകുമ്പോൾ നമ്മൾ ആ ടൈമിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്മിറ്റ്മെൻറ്റിൽ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് പെർഫോം ചെയ്യാൻ കൂടുതൽ ഉപകാരപ്പെടും. അതാണ് ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രൂപീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കാരണം. പിന്നെ അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഫർട്ട് ഈസ് ഗോഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എഫർട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും എത്രയോ പണിയെടുത്ത് മുന്നോട്ട് എത്തിച്ചേരാത്ത വ്യക്തികളുണ്ട്. ഇപ്പോൾ എല്ലാവരും ജീവിതത്തിൽ വിജയം കൈവരിക്കാത്തത് മടിയന്മാരായതുകൊണ്ടോ അലസന്മാരായതുകൊണ്ടോ മാത്രമല്ല. അപ്പോൾ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം നമ്മുടെയാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിലേക്ക് അത് തിരിച്ച് നൽകാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സർവശക്തനായ ജഗദീശ്വരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഇവിടെ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല, ആരും ഞാൻ എടുത്തു പറയുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ അടുത്ത തലമുറ ഒരുപക്ഷെ ചിലപ്പോൾ അടുത്ത തലമുറ നന്നാവില്ല. ഒരുപക്ഷെ അടുത്ത തലമുറ നന്നായാൽ പോലും അത് ഈ പാരൻസിന് ഉപകാരപ്പെടില്ല. നമ്മളൊക്കെ കാണുന്നതാണ്, പല രീതിയിൽ നമ്മളൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ CMN ട്രസ്റ്റ് രൂപീകരിച്ച് നമ്മൾ ദീർഘകാലമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അടുത്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളിലേക്ക് സമൂഹങ്ങളിലേക്കൊക്കെ നമുക്ക് കൂടുതൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രസ്റ്റിനിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആളുകളാണ്. സന്തോഷ് കാരാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അനീഷ് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ട്രസ്റ്റിനൊരു കമ്മിറ്റീനെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഗോപിയേട്ടനാണ് അക്കൗണ്ട്സ് റിലേറ്റഡായ അതിൻ്റെ അഡ്വൈസർ. പിന്നെ ട്രസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു NRI ആയിട്ട് 32 വർഷമായിട്ട് ഞാനൊരു NRI ആണ്. 93യുടെ തുടക്കത്തിലാണ് ഞാൻ സൗദിയിലെത്തുന്നത്. 98ലാണ് ഞാൻ സൗദി അറേബ്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2001ലാണ് ബഹ്റിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് 4 സ്ഥാപനങ്ങളും 500-ൽ പരം ആളുകളും ജോലി ചെയ്യുന്നു. ബഹ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും 200-ൽ പരം ആളുകളും 4 സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ ഈ
അവിടെ നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷം അനുസരിച്ച് കേരളത്തിൽ സെറ്റിലാവാത്ത ഒരാൾക്ക് കേരളത്തിൻ്റെ ആ ട്രാക്കിലേക്ക് പെട്ടെന്ന് ആ സ്പോട്ടിലേക്ക് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിന് സംബന്ധമായി നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ അർഹരായ വ്യക്തികളെ കണ്ടെത്തുക അതൊരു ശ്രമകരമായ ജോലിയാണ്. ഈ അർഹരായ വ്യക്തികളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ജോലിയാണ്. കാരണം പലപ്പോഴും നമ്മൾ ഒരു ക്യൂ നിൽക്കുമ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ക്യൂ നിൽക്കുമ്പോൾ അർഹരായ വ്യക്തി എപ്പോഴും ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മിടുക്കന്മാരായ വ്യക്തികൾ അതിനെ ഇടിച്ചിടിച്ച് കയറിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി അത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് കാണുന്നത് വെച്ചാൽ കേരളത്തിൽ കാണാൻ പറ്റും. ഞാൻ കേരളം വിട്ട് ഇഷ്ടംപോലെ സഞ്ചരിച്ച ആളായതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് എല്ലാ സ്ഥലത്തും ഭാരതത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഇത് നിങ്ങൾക്ക് സർവ്വസാധാരണമായി കാണാൻ പറ്റും. അപ്പോൾ അർഹരായ വ്യക്തികളെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. ഞാനിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് വെച്ചാൽ രാഷ്ട്രീയം ഞാൻ നോക്കാറില്ല. ഈ വ്യക്തി എന്നോട് എങ്ങനെയാണ്, ഈ വ്യക്തി സമൂഹത്തോട് എങ്ങനെയാണ്, ഈ വ്യക്തിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് എൻ്റെ രീതിയിൽ വിലയിരുത്തിയിട്ടാണ്. അപ്പോൾ എന്നാൽ ഒരു രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കാതെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ അർഹരായ വ്യക്തികൾക്ക് അത് എത്തിച്ചേരണമെന്നുള്ള ഒരു ആശയം മനസ്സിൽ വെച്ച് നമ്മൾ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. മാതൃഭൂമിയുടെ ഫസ്റ്റ് പേജിൽ തന്നെ, ഫ്രണ്ട് പേജിൽ തന്നെ മാതൃഭൂമിയുടെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. അന്ന് ഞാൻ മാതൃഭൂമിയുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്കിൽ ഇതിന് വേണ്ട ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം യാതൊരുവിധ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഇല്ലാതെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലിങ്കാണ് കൊടുത്തത്. ആ ലിങ്കിൽ ആളുകൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് 5 വർഷത്തിനുള്ളിൽ 50 പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന്. അല്ല, ഇപ്പോൾ ആദ്യത്തെ 10 വീടിൻ്റെ കാര്യമാണ് ബാബുവേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 50 പേർക്ക് പെട്ടെന്ന് ഒരു അടിക്കൊരു വീട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അത്ര പോസിബിൾ അല്ല. അപ്പോൾ അത് അർഹിക്കാത്തവരൊക്കെ അതിൽ കയറി വരിക ചെയ്യും. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 50 പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ആദ്യം ട്രസ്റ്റിൻ്റെ അതിൻ്റെ ഒരു ആ പ്രൊജക്റ്റിന് ഒരു പേരിട്ടു, എ ഹോം ഓഫ് യുവർ ഓൺ. എ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്റ്റാണത്. അത് നിങ്ങൾക്ക് ആ ഇതിൽ കാണാൻ പറ്റും. എ ഹോം ഓഫ് യുവർ ഓൺ എന്നാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. ഇൻവിറ്റേഷനിലുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ 10 വീടുകൾ ഇപ്പം നമ്മൾ അർഹരായ വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയി സംസാരിച്ച് ആപ്ലിക്കേഷൻ തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് പല രീതിയിലും അന്വേഷിച്ചൊക്കെയാണ് നമ്മൾ അർഹരായ വ്യക്തികളെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു 500 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന ഒരു 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ ചിലവ് വരുന്ന വീടുകളാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീട് വെച്ച് കൊടുക്കുന്ന നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരാളുടെ വീട് പാലക്കാട്ടുള്ള ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് ആൾറെഡി തറയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൃത്താലയുള്ള വാസുദേവൻ്റെ 27-ാം തീയതി മിക്കവാറും ഇപ്പോൾ കുറ്റി അടിക്കാൻ പോവുകയാണ്. തൃത്താലയുള്ള വാസുദേവൻ്റെ വീട്ടിൽ കുറ്റി അടിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള വീടുകൾക്ക് നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു നമ്മൾ വാഗ്ദാന പത്രം എന്ന് പറയില്ലേ, അത് ഒരു വാഗ്ദാന പത്രം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വാഗ്ദാന പത്രം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവർക്ക് മുഖ്യ അതിഥിയും മറ്റ് അതിഥികളും കൈമാറുന്നതായിരിക്കും. അവർക്ക് മുഖ്യ അതിഥികളും മറ്റ് അതിഥികളും കൈമാറുന്നതായിരിക്കും. മിക്കവാറും എല്ലാ വാഗ്ദാന പത്രത്തിലും ഇനി അവരുടെ ഒപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അവരുടെ ഒപ്പ് മാത്രമേ വാഗ്ദാന പത്രങ്ങളിൽ ആവശ്യമുള്ളൂ. അവർ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒപ്പിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് വാഗ്ദാന പത്രം കൈമാറുന്ന ഒരു ചടങ്ങാണ് അന്ന് നടക്കാൻ പോകുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ട്രസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഗൾഫ് നാടുകളിലാണ്. ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കൊക്കെ പോകാനുള്ള കാരണം മിക്കവാറും ഇവിടെ ഒരു മെച്ചപ്പെട്ട ജീവിത സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ എത്തി തന്നെ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം, രക്ഷപ്പെടാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കാം, പണിയെടുത്തിട്ട് രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം, നിർഭാഗ്യവന്മാരുണ്ടായിരിക്കാം, ആക്സിഡന്റ് പറ്റിയ ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ഈ സാമ്പത്തികമായി തകർന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പല രീതിയിലും സാമ്പത്തികമായി തകരാൻ നല്ല രീതിയിലൊക്കെ ജോലി എടുത്ത് പോകുന്ന സമയത്തോ അല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസോ ഉണ്ടായ ആളുകളെ നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ശ്രദ്ധയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവരാണ് ഇനി വരുന്ന സമൂഹത്തിൻ്റെ സ്ട്രെങ്ത്. അവരാണ് ഇനി വരുന്ന സമൂഹത്തെ നയിക്കേണ്ടവർ. അവർക്ക് വിദ്യാഭ്യാസ സഹായം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന
60 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളവർക്ക്, പ്രത്യേകിച്ച് 70 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളവർക്ക്, അശരണരായ ആളുകൾക്ക് നമ്മൾ ഇപ്പം തന്നെ ഒരു 60 പേരോട് നമ്മൾ 60 ആളുകളോട് നമ്മൾ പെൻഷൻ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ CMN ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട്. അതിന് ഇതുവരെ ജഗദീശ്വരൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്.